ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് വറുത്തരച്ച സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാൻ കേട്ടോ. ഇഡ്ഡലിക്കും ചോറുക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സാമ്പാറാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. അതിന് ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പിടി തേങ്ങ ഇട്ടിട്ടുള്ളത്. അതിലേക്ക് എന്നിട്ട് 4 ചെറിയ ഉള്ളി, ഒരു പിഞ്ച് ചെറിയ ജീരകം, ഒരു പിഞ്ച് ഉലുവ, അതേപോലെ ഒരു കുറച്ച് കടുക് കേട്ടോ. അത് ജസ്റ്റ് നമ്മളത് നല്ലോണം വാട്ടിയിട്ട് അത് കരിയാതെ അത് തീ മീഡിയം ലെവലിലിട്ടിട്ട് വേണം വറക്കാൻ. ഇപ്പം ഞാൻ ഇടുന്നത് ഒരു ചെറിയ കായ കഷ്ണം പൊടിയാണ്. കായത്തിൻ്റെ എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇട്ടാൽ മതിയേ. ഇത് നമ്മൾ തേങ്ങ നല്ല വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ആക്കിയതിന് ശേഷം ആ ചൂടിലാണ് ഞാൻ 2 ടീസ്പൂണ് സാമ്പാർ പൊടി ഇടണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മളെ പൊടി കരിഞ്ഞു പോകും. ഇപ്പോഴാണ് നമ്മളെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉള്ളവർ ഇടേണ്ടത് കേട്ടോ. എൻ്റെ അടുത്ത് കഷ്ണം ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇട്ടത്. ഇനി ഞാൻ നമ്മളെ കയ്യിലുള്ള എല്ലാ കഷ്ണങ്ങളും അത്യാവശ്യമുള്ള പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് ഇട്ടത്. അതേക്ക് ഞാൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ മുരിങ്ങാക്കായി ഇട്ടു. പിന്നെ 3 ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ടു കേട്ടോ. തക്കാളി ഇട്ടു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ പിന്നെയും കുറച്ചുകൂടി ഉലുവയും ചെറിയ ജീരകം കൂടി ഇടേണ്ടത്. ഒരു കുറച്ച് മതിയേ. അതായത് നമുക്ക് പരിപ്പ് ഇടുന്നതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നം വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് സോൾവ് ആക്കാനാട്ടോ അതിങ്ങനെ ഉപയോഗിക്കണേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ചതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മളെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ല ടേസ്റ്റൊക്കെ എന്നിട്ട് അവസാനം നമ്മൾ തീയൊന്ന് കുറച്ചതിന് ശേഷം നമ്മളിതേക്ക് ഞാനിപ്പോൾ ഇട്ടത് നമ്മൾ മല്ലിയിലയാണ് കേട്ടോ. ഇനി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് വറവിടാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഇട്ട പോലെ കുറച്ച് ഉലുവയും ചെറിയ ജീരകവും ഇട്ടിട്ടുണ്ടേ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം, ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടു, വറ്റൽമുളക് ഇട്ടിട്ട് നമ്മൾ വറവ് ഇട്ടിട്ട് വാങ്ങി വെക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്തായിട്ട് കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തക്കാളിനേക്കാളും കുറച്ചും കൂടി പുളി ഇഷ്ടമുള്ളവർ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയ പിഞ്ച് പുളിയും കൂടി ഇട്ട് തിളപ്പിച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.